റോൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ റിസർച്ച് അത് തൊട്ടാണ് എടുക്കാനുള്ളത്. ഫസ്റ്റ് ചാപ്റ്റർ തന്നെയാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് എ സബ്ജക്റ്റ് ഏരിയ. വേണ്ട റോൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ റിസർച്ച്, അതായത് റിസർച്ചിലാണ് മെയിനായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നത് പറഞ്ഞു. ഇനി അതിൽ മെയിനായിട്ട് സ്റ്റാറ്റിയുടെ റോൾ എന്താണ് ഒരു റിസർച്ചിൽ നോക്കാം. സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് എ സബ്ജക്റ്റ് ഏരിയ ഹാസ് വാസ്റ്റ് സ്കോപ്പ് ആൻഡ് ആപ്ലിക്കേഷൻ. ഇറ്റ് ഫൈൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ആൻഡ് ഇൻ ആൻഡ് സോ ഓൺ. വൺ ഓഫ് ഇറ്റ്സ് മേജർ ആപ്ലിക്കേഷൻ ഈസ് ഇൻ റിസർച്ച്. ഒരുപാട് മേഖലകളിൽ സ്റ്റാറ്റ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പോൾ മെഡിസിൻ, പിന്നെ അതുപോലെ തന്നെ മാനേജ്മെൻറ്റ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ സ്റ്റാറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ മേജർ ആപ്ലിക്കേഷൻ എവിടെയാണ്? റിസർച്ചിലാണ്. സ്റ്റാറ്റിയുടെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് മെയിനായിട്ട് റിസർച്ചിലാണ്. റിസർച്ച് ഇൻ സിമ്പിൾ ടേംസ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ആസ് ആഡിങ് ടു ദ എക്സിസ്റ്റിംഗ് ഫണ്ട് ഓഫ് നോളജ്. ദ ടേം റിസർച്ച് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഫ്രഞ്ച് വേർഡ് റിസർച്ച് വിച്ച് മീൻസ് ടു ട്രാവൽ ത്രൂ ഓർ സർവേ. റിസർച്ചിൻ്റെ ഒരു ഡെഫിനിഷൻ ഏതാ? ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങുന്ന ടൈമിൽ നമ്മൾ റിസർച്ച് എന്താണെന്ന് പഠിക്കുന്നുണ്ട്. ഒന്നും കൂടി ഈ ഒരു പോർഷൻ വരുമ്പോൾ ഒന്നും കൂടി എഴുതുക. അതായത് റിസർച്ച് എന്ന് പറയുന്നത് എന്താണ്? ആഡിങ് ടു ദ എക്സിസ്റ്റിംഗ് ഫണ്ട് ഓഫ് നോളജ്. കുറച്ച് നോളജ് ഉണ്ട്, അതിലോട്ട് കുറച്ചും കൂടി കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുക. അതാണ് റിസർച്ചിൽ. ഒരു ടോപ്പിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്ത് ഒരു തിയറി ഡെവലപ്പ് ചെയ്തെടുക്കുക. അതാണ് റിസർച്ച്. ദ ടേം റിസർച്ച് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഫ്രഞ്ച് വേർഡ് റിസർച്ച്. ഫ്രഞ്ച് വേർഡായിട്ടുള്ള റിസർച്ച് എന്ന വേർഡിൽ നിന്നാണ് റിസർച്ച് എന്ന വേർഡ് ഉണ്ടായിട്ട്. റിസർച്ചിൻ്റെ മീൻ എന്താ? ടു ട്രാവൽ ത്രൂ ഓർ സർവേ. കെർലിംഗർ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. കെർലിംഗർ ഡിഫൈൻസ് സയൻറ്റിഫിക് റിസർച്ച് ആസ് എ സിസ്റ്റമാറ്റിക്, കൺട്രോൾഡ്, എംപിരിക്കൽ ആൻഡ് ക്രിട്ടിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് നാച്ചുറൽ ഫിനോമിന ഗൈഡഡ് ബൈ തിയറി ആൻഡ് ഹൈപ്പോത്തസിസ് അബൌട്ട് ദ പ്രിസ്യൂംഡ് റിലേഷൻസ് എമംഗ് സച്ച് ഫിനോമിന. കെർലിംഗർ എന്താ പറഞ്ഞത്? ഒരു സയൻറ്റിഫിക് റിസർച്ചിന് അദ്ദേഹം ഡിഫൈൻ ചെയ്തത് ഇങ്ങനെയാണ്. സിസ്റ്റമാറ്റിക്, കൺട്രോൾഡ്, എംപിരിക്കൽ ആൻഡ് ക്രിട്ടിക്കൽ ഇൻവെസ്റ്റിഗേഷൻ. 4 ടൈപ്പിലാണ് പറഞ്ഞത്. ഈ 4ഉം വേണം. അങ്ങനെയാണെങ്കിൽ ഒരു റിസർച്ച് ആവുള്ളൂ, ഒരു സയൻറ്റിഫിക് റിസർച്ച് ആവുള്ളൂ. എന്താണ്? സിസ്റ്റമാറ്റിക് ആയിരിക്കണം, കൺട്രോൾഡ്, എംപിരിക്കൽ ആൻഡ് ക്രിട്ടിക്കൽ. ഇൻവെസ്റ്റിഗേഷൻ ഓഫ് നാച്ചുറൽ ഫിനോമിന ഗൈഡഡ് ബൈ തിയറി ആൻഡ് ഹൈപ്പോത്തസിസ്. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക് എന്ന് പറയുന്നത്. ഗൈഡഡ് ബൈ തിയറി ആൻഡ് ഹൈപ്പോത്തസിസ് അബൌട്ട് ദ പ്രിസ്യൂംഡ് റിലേഷൻസ് എമംഗ് സച്ച് ഫിനോമിന. അപ്പം നമുക്കൊരു തിയറി ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് എന്ത് യൂസ് ചെയ്യുന്നത്? സയൻറ്റിഫിക് റിസർച്ച് നടത്തുന്നത്. സം ഓഫ് ദ മെയിൻ കോമ്പോണൻസ് ഓഫ് റിസർച്ച് ഇൻക്ലൂഡ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോബ്ലം. ഇവിടെ റിസർച്ചിൻ്റെ മെയിൻ കോമ്പോണൻസ് എന്ന് പറയുന്നത് ആദ്യത്തെ എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോബ്ലം. ഒരു പ്രോബ്ലം വേണം അല്ലേ. ആദ്യം തന്നെ നമുക്കൊരു പ്രോബ്ലം കിട്ടിയാലേ അത് റിസർച്ചിനായിട്ട് എടുക്കാൻ ഒരു ടോപ്പിക്, അതാണ് നമ്മൾ പ്രോബ്ലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഹൈപ്പോത്തസിസ്, സാമ്പിൾ, റിസർച്ച് ഡിസൈൻ, ഡാറ്റ കളക്ഷൻ, ഡാറ്റ അനാലിസിസ്. ഇത്രയും കാര്യങ്ങൾ ഒരു റിസർച്ചിൻ്റെ കോമ്പോണൻസ് ആണ്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഉണ്ടായിരിക്കും. ആദ്യം തന്നെ പ്രോബ്ലം സ്റ്റേറ്റ് ചെയ്തു, ആൻഡ് ദെൻ ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് സാമ്പിളിന് എടുക്കുകയാണ്. പോപ്പുലേഷൻ കിട്ടി. കേരളത്തിലെ കോളേജ് സ്റ്റുഡൻസ് ആണ് നമ്മുടെ പോപ്പുലേഷൻ. അപ്പോൾ അതിൽ സാമ്പിൾ നമുക്ക് റിസർച്ചിനായിട്ട് നമ്മൾ ഒരു 1000 പേരെടുത്തു. അതാണ് നമ്മുടെ സാമ്പിൾ. പിന്നെ റിസർച്ച് ഡിസൈൻ, നമ്മുടെ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടൊരു റിസർച്ച് ഡിസൈൻ. പല ടൈപ്പിലുള്ള ഡിസൈൻസ് ഉണ്ട്. അപ്പോൾ ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡിസൈൻ സെലക്ട് ചെയ്തു. എന്നിട്ട് പിന്നെ ഡാറ്റ കളക്ട് ചെയ്തു. കിട്ടിയ ഡാറ്റേനെ അനാലിസിസ് ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് ഒരു റിസർച്ചിൽ വരുന്ന സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ കോമ്പോണൻസ് എന്നൊക്കെ നമുക്ക് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, പ്രോബ്ലം. എ പ്രോബ്ലം ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് എ ജനറൽ ഒബ്ജക്റ്റീവ് ഓഫ് ദ സ്റ്റഡി. കണ്ടോ, നമ്മുടെ സ്റ്റഡിയുടെ ജനറൽ ഒബ്ജക്റ്റീവ്. ഈ ഒരു സാധനം ഇല്ലാതെ നമുക്കൊരു സ്റ്റഡി, ഒരു റിസർച്ച് നടത്താനായിട്ട് പറ്റുമോ? എന്തിനെക്കുറിച്ചാണ് റിസർച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാനായിട്ട് പറ്റണം. അതാണ് പ്രോബ്ലം. ദസ് ഇഫ് എ റിസർച്ചർ വാണ്ട്സ് ടു സ്റ്റഡി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പെർസീവ്ഡ് പാരന്റൽ ബിഹേവിയർ ആൻഡ് സെൽഫ് കോൺസെപ്റ്റ് ഓഫ് അഡോളസൻസ്, ദെൻ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോബ്ലം വിൽ ബി to study the relationship between perceived parental behavior and self concept of adolescence. കണ്ടോ, എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. ഇവിടെ എന്താണ്? ഒരു റിസർച്ചാണ്. അതായത് പാരൻ്റൽ ബിഹേവിയറും അതുപോലെ തന്നെ അഡോളസൻസിലുള്ള സെൽഫ് കോൺസെപ്റ്റും ഇത് തമ്മിലുള്ള റിലേഷൻ, അതിനെ പറ്റിയിട്ടാണ് പഠിക്കേണ്ടത്. അതാണ് നമ്മുടെ പ്രോബ്ലം. അപ്പോൾ അതിനെങ്ങനെയാണ് സ്റ്റേറ്റ് ചെയ്തത്? ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോബ്ലം ഈ പറഞ്ഞ കണക്കിനായിരിക്കണം. എങ്ങനെയായിരിക്കണം? ടു സ്റ്റഡി ദ റിലേഷൻഷിപ്പ്. കണ്ടോ, നമ്മൾ അങ്ങനെയാണ് പ്രോബ്ലം എഴുതുക. പ്രോബ്ലം എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? ടു സ്റ്റഡി ദ റിലേഷൻഷിപ്പ്, അങ്ങനെ വേണം നമ്മൾ പ്രോബ്ലം എഴുതാനായിട്ട്. കണ്ടോ, ടു സ്റ്റഡി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പെർസീവ്ഡ് പാരൻ്റൽ ബിഹേവിയർ ആൻഡ് സെൽഫ് കോൺസെപ്റ്റ് ഓഫ് അഡോളസൻസ്. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രോബ്ലം സ്റ്റേറ്റ് ചെയ്യേണ്ടത്. ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോബ്ലം പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് ദ ജനറൽ ഫോക്കസ് ഓഫ് ദ സ്റ്റഡി. നമ്മൾ
സ്റ്റഡി നടത്തുന്നത് എന്തിനെ പറ്റിയാണ്, ഇത് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ ഉണ്ടായിരിക്കണം. ഇതാണ് കണ്ടോ, പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് ദ ജനറൽ ഫോക്കസ് ഓഫ് ദ സ്റ്റഡി. എന്തിനെ പറ്റിയിട്ടുള്ള റിസർച്ച് ആണ് എന്നുള്ളത് നമുക്കിത് കണ്ടാൽ മനസ്സിലാക്കാനായിട്ട് പറ്റണം. അതായിരിക്കണം പ്രോബ്ലം. ആദ്യത്തെ കോമ്പോണന്റ് ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. അടുത്തത് ഹൈപ്പോത്തസിസ്. ഒരു ഊഹം എഴുതുക. അതാണ് നമ്മൾ ഹൈപ്പോത്തസിസ് എന്നതുകൊണ്ട് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ബേസ്ഡ് ഓൺ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ പ്രോബ്ലം ഹൈപ്പോത്തസിസ് ക്യാൻ ബി ഫോർമുലേറ്റഡ്. നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു റിസർച്ചിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ് വൺ ആണ് ഹൈപ്പോത്തസിസ്. അതായത് these are tentative statements that are tested with the help of scientific research. Hypothesis can be null or alternative hypothesis. അതായത് നമ്മളൊരു ഇവിടുത്തെ എക്സാമ്പിൾ നോക്കുക. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പെർസീവ്ഡ് പാരന്റൽ ബിഹേവിയർ ആൻഡ് സെൽഫ് കോൺസെപ്റ്റ്. ഇതിൻ്റെ ഇടയിലുള്ള റിലേഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ഹൈപ്പോത്തസിസ് എന്തായിരിക്കും അറിയോ? There is no relation between perceived parental behavior and self concept of adolescence. ഇതാണ് നൾ ഹൈപ്പോത്തസിസ്. രണ്ട് ടൈപ്പ് ഉണ്ട്, നൾ ഹൈപ്പോത്തസിസ് ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. ആ ഡോർ ക്ലോസ് ചെയ്തോന്നി. നൾ ഹൈപ്പോത്തസിസും ഉണ്ട്, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ഉണ്ട്. അതായത് ടെൻഡേറ്റീവ് ആയിട്ട് താൽക്കാലികമായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ അതവിടെ റിസർച്ചൊക്കെ കഴിഞ്ഞ് നമ്മുടെ റിസൾട്ടിനെ ബേസ് ചെയ്ത് അത് റിജക്റ്റ് ചെയ്യും. റിജക്റ്റ് ചെയ്യുന്ന ഹൈപ്പോത്തസിസ് ആണ് എന്ത്? നൾ ഹൈപ്പോത്തസിസ്. ഇനി ചിലപ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ളതാണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. രണ്ടും ഒക്കെയാണ്. അപ്പോൾ ഹൈപ്പോത്തസിസ് എന്താണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതൊരു ടെൻഡേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് വേരിയബിൾസിൻ്റെ ഇടയിലുള്ള റിലേഷനെ കാണിച്ചുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഹൈപ്പോത്തസിസ്. ചിലപ്പോൾ അതിനെ റിജക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം. റിജക്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്ന ഹൈപ്പോത്തസിസ് ആണ് നൾ ഹൈപ്പോത്തസിസ്. അക്സെപ്റ്റ് ചെയ്യുന്ന ഹൈപ്പോത്തസിസ് ആണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. ഇത്രയൊക്കെയാണോ? കുഴപ്പമില്ലല്ലോ? മനസ്സിലായല്ലോ? ഹൈപ്പോത്തസിസ് എന്താണെന്ന് നോക്കിയാൽ ഇതൊക്കെ ടേമുകളൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. കാരണം ഇതൊക്കെ ബേസ് ആണ്. ഇനി വരുന്ന ഓരോ ചാപ്റ്റേഴ്സ് ആയാലും റിസർച്ച് ആയാലും ഒക്കെ നമുക്ക് ഈ സാധനങ്ങൾ ആവശ്യമുണ്ട്. അടുത്തത് സാമ്പിൾ. നമുക്കറിയാം പോപ്പുലേഷനിൽ നിന്ന് സാമ്പിൾ എടുത്തു. കുറച്ച് നമ്മുടെ റിസർച്ചിനെ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ 100 പേരാണ് നമ്മുടെ പോപ്പുലേഷൻ. ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സ്കൂളിലെ 10ാം ക്ലാസ്സിലെ സ്റ്റുഡൻസ് ആണ് നമ്മൾ പോപ്പുലേഷൻ. 100 പേരെയും വെച്ച് പഠിക്കാനായിട്ട് പറ്റില്ല. അപ്പം അതൊന്ന് നമ്മുടെ എളുപ്പത്തിനായിട്ട് നമ്മൾ ഒരു 10 പേരെടുത്തു. ഇതാണ് സാമ്പിൾ. എനി സ്റ്റഡി ഈസ് ക്യാരിഡ് ഔട്ട് ഓൺ എ സാമ്പിൾ. ഏത് സ്റ്റഡിക്ക് എന്തുണ്ടായിരിക്കും? ഒരു സാമ്പിൾ ഉണ്ടായിരിക്കും. ദ നേച്ചർ ആൻഡ് സൈസ് ഓഫ് ദ സാമ്പിൾ വിൽ ഡിപ്പെൻഡ് ഓൺ ദ നേച്ചർ ആൻഡ് പർപ്പസ് ഓഫ് ദ പ്രോബ്ലം ഉണ്ട് കേട്ടത്. അതായത് നമ്മൾ എടുക്കുന്ന സാമ്പിളിൻ്റെ നേച്ചറും സൈസും എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും? നമ്മുടെ പ്രോബ്ലത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഓൾസോ ബേസ്ഡ് ഓൺ ദ റിക്വയർമെൻറ്റ് ഓഫ് ദ സ്റ്റഡി ഏതർ പ്രോബബിലിറ്റി ഓർ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്സ് ആർ യൂസ്ഡ് ടു ഡിറൈവ് ദ സാമ്പിൾ. കുറച്ച് ടെക്നിക്കുകളുണ്ട്. അതായത് പ്രോബബിലിറ്റി ഓർ നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്. ഇത് രണ്ടും കൂടെ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ സാമ്പിളിനെ സെലക്ട് ചെയ്യുക. കുറച്ച് ടെക്നിക്കാണ്, നമുക്ക് പിന്നീടാണ് പഠിക്കാനുള്ളത്. ജസ്റ്റ് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. പ്രോബബിലിറ്റി ആൻഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്സ് ഉണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ സാമ്പിൾ ഡിറൈവ് ചെയ്യുന്നത്. സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഏതൊരു റിസർച്ചിലും നമുക്ക് സാമ്പിൾ ഉണ്ടായിരിക്കും. അതായത് പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്ത് നിൽക്കുന്നവരെയാണ് നമ്മൾ സാമ്പിൾ എന്ന് പറയുന്നത്. സാമ്പിളിൻ്റെ നേച്ചറും സൈസും നമ്മുടെ പ്രോബ്ലത്തിൻ്റെ നേച്ചറും പർപ്പസിനെയും ബേസ് ചെയ്തിട്ടിരിക്കും. ആൻഡ് ബേസ്ഡ് ഓൺ ദ റിക്വയർമെൻറ്റ് ഓഫ് ദ സ്റ്റഡി. ഓക്കെ ആണോ സാമ്പിൾ? നെക്സ്റ്റ്, റിസർച്ച് ഡിസൈൻ. എനി റിസർച്ച് വിൽ ഓൾസോ ഹാവ് എ റിസർച്ച് ഡിസൈൻ. കണ്ടോ, ഏതൊരു റിസർച്ചിനും എന്തുണ്ടായിരിക്കും? റിസർച്ച് ഡിസൈനും ഉണ്ടായിരിക്കും. റിസർച്ച് ഡിസൈൻ ഉണ്ടായിരിക്കും. റിസർച്ച് ഡിസൈൻ എന്താ? നമ്മുടെ സ്റ്റഡിക്ക് വേണ്ടിയിട്ട്, എളുപ്പത്തിന് വേണ്ടിയിട്ട്, പെട്ടെന്ന് സ്റ്റഡി ചെയ്ത് തീർക്കാനായിട്ട് അതിൻ്റെ നേച്ചർ അനുസരിച്ചിട്ടാണ് ഡിസൈൻ ഉണ്ടായിരിക്കുക. പല ടൈപ്സിലുള്ള ഡിസൈൻസ് ഉണ്ട്. ദാറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഔട്ട്ലൈൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് ദ റിസർച്ച്. അപ്പോൾ ആ ഒരു ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് ഏത് തരത്തിലുള്ള റിസർച്ച് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. റിസർച്ച് ഡിസൈൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ഓർഡർ ടു നോട്ട് ഓൺലി സീക്ക് സൊല്യൂഷൻ ടു ദ റിസർച്ച് പ്രോബ്ലം ബട്ട് ഓൾസോ ടു കൺട്രോൾ വേരിയൻസ് ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ നമുക്കൊരു റിസർച്ച് പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ എളുപ്പത്തിൽ കണ്ടെത്തുക എന്നുള്ളത് മാത്രമല്ല റിസർച്ച് ഡിസൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വേരിയൻസിൽ എന്തെങ്കിലും
കൺട്രോൾ വരുത്തണം വെച്ചെങ്കിൽ നമുക്ക് റിസർച്ച് ഡിസൈൻ കൊണ്ട് പറ്റും. ദസ് റിസർച്ച് ഡിസൈൻ ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ആസ് മീൻസ് ടു അലോ റിസർച്ചർ ടു സീക്ക് ആൻസേഴ്സ് ടു റിസർച്ച് പ്രോബ്ലം ഇൻ ആൻ ഒബ്ജക്റ്റീവ് വാലിഡ് ആൻഡ് ആക്യുറേറ്റ് മാനർ കീപ്പിംഗ് ഇൻ മൈൻഡ് ദ ഇക്കണോമിക്കൽ ആസ്പെക്ട്. ഇപ്പോൾ റിസർച്ച് ഡിസൈൻ കൊണ്ടുള്ള ഉപയോഗങ്ങളാണ് അല്ലെങ്കിൽ യൂസസ് ആണ് പറയുന്നത്. അതായത് റിസർച്ചിന് ഈ ഒരു റിസർച്ച് പ്രോബ്ലത്തിനോടുള്ള ആൻസർ കണ്ടെത്താനായിട്ട് പറ്റും. ഏതൊക്കെ രീതിയിൽ? ഇൻ ആൻ ഒബ്ജക്റ്റീവ് വാലിഡ് ആക്യുറേറ്റ് മാനർ ആൻഡ് കീപ്പിംഗ് ഇൻ മൈൻഡ് ദ ഇക്കണോമിക്കൽ ആസ്പെക്റ്റ്. കണ്ടോ, അതും കൂടെ എടുക്കും. വളരെ ചിലവേറിയൊരു ഡിസൈനാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ട് വെച്ചെങ്കിൽ എന്താവും, ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ റിസൾട്ട് കിട്ടാനായിട്ട് കുറച്ച് പണിയാണ്. അപ്പോൾ ഇക്കണോമിക്കൽ ആസ്പെക്റ്റും കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ ഡിസൈൻ എടുക്കുക. ചിലവ് ചുരുക്കും, പരമാവധി ചിലവ് ചുരുക്കാനായിട്ടൊരു റിസർച്ച് ഡിസൈൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. There are various research design like experimental design, non-experimental design, quasi-experimental, factorial, small end design to name a few that can be used by the researcher while carrying out research. കുറച്ച് എക്സാമ്പിൾസ് ആണ് കേട്ടോ. അതായത് ടൈപ്സ് ഓഫ് ഡിസൈൻസ് ആണ് പറഞ്ഞത്. എക്സ്പെരിമെൻ്റൽ, നോൺ എക്സ്പെരിമെൻ്റൽ, ക്വാസി എക്സ്പെരിമെൻ്റൽ, പിന്നെ അടുത്തത് ഫാക്ടോറിയൽ ഡിസൈൻസ്, സ്മോൾ ആൻഡ് ഡിസൈൻസ്, ടു നെയിം എ ഫ്യൂ. സ്മോൾ ആൻഡ് ഡിസൈൻസ് ഇതൊക്കെ എന്താണ്? എക്സാമ്പിൾസ് ആണ്. ഇതൊക്കെ കൂടെ നമ്മൾ എന്താണെന്ന് പഠിക്കും. അപ്പം ജസ്റ്റ് പേരുകൾ മനസ്സിലാക്കി വെക്കാം. ഓക്കെ ആണോ? നെക്സ്റ്റ്, കളക്ഷൻ ഓഫ് ഡാറ്റ. ദ നെക്സ്റ്റ് കോമ്പോണൻറ്റ് ഓഫ് റിസർച്ച് ഈസ് കളക്ഷൻ ഓഫ് ഡാറ്റ. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ആദ്യം നമ്മളൊരു സാമ്പിൾ കിട്ടി. ആദ്യം പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്തു, ആൻഡ് ദെൻ ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്തു, സാമ്പിളിനെ സെലക്ട് ചെയ്തു, റിസർച്ച് ഡിസൈൻ സെലക്ട് ചെയ്തു, എന്നിട്ടാണ് നമ്മൾ സാമ്പിളിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് കോമ്പോണൻറ്റ് ഓഫ് റിസർച്ച് ഈസ് കളക്ഷൻ ഓഫ് ഡാറ്റ. ഡാറ്റ ക്യാൻ ബി കളക്റ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്റ്റാൻഡേർഡൈസ്ഡ് സൈക്കോളജിക്കൽ ടെസ്റ്റ്, ഇൻ്റർവ്യൂ മെത്തേഡ്, ഒബ്സർവേഷൻ, ക്വസ്റ്റിനെയർ. കണ്ടോ, ഏതൊക്കെ രീതിയിൽ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാം? നമ്മളിവിടെ സൈക്കോളജിക്കൽ റിസർച്ചിനെ പറ്റിയിട്ടാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ രീതിയിലൊക്കെ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാം. സ്റ്റാൻഡേർഡൈസ്ഡ് സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ, പിന്നെ ഇൻ്റർവ്യൂ മെത്തേഡ്, ഒബ്സർവേഷൻ, ക്വസ്റ്റിനെയർ, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് സാമ്പിളിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് പറ്റും. വേരിയസ് മെത്തേഡ്സ് ക്യാൻ ബി യൂസ്ഡ് ടു കളക്ട് ഡാറ്റ ഫ്രം ദ സാമ്പിൾ ബേസ്ഡ് ഓൺ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ സ്റ്റഡി. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഈ ടൈപ്പുകളൊക്കെ പറഞ്ഞു. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ടൂൾസുകളൊക്കെ പറഞ്ഞു. ഇൻ്റർവ്യൂ ഉണ്ട്, ഒബ്സർവേഷൻ ഉണ്ട്, ക്വസ്റ്റിനെയർ ഉണ്ട്. പക്ഷെ ഇതൊക്കെ എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും? ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ സ്റ്റഡീനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ക്വസ്റ്റിനെയർ കൊടുക്കേണ്ട പേഴ്സണാലിറ്റീനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ പിന്നെന്താണ്, ആങ്സൈറ്റീനെ, ഡിപ്രഷനെ പറ്റിയിട്ടൊക്കെ ഉള്ളതാണെന്ന് വെച്ചാൽ നമുക്ക് ക്വസ്റ്റിനെയർ കൊടുക്കാം. ക്വസ്റ്റിനെയർ കൊടുത്തിട്ട് നമുക്ക് അതിനനുസരിച്ച് ഡാറ്റ കളക്ട് ചെയ്യാം. അപ്പോൾ ബേസ്ഡ് ഓൺ ദ സ്റ്റഡി ഇത് ഈ ഒരു ടൈപ്പിൽ അല്ലെങ്കിൽ ഈ ടൂൾസുകളിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വൺ, ഡാറ്റ അനാലിസിസ്. അപ്പോൾ ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ നെക്സ്റ്റ് സ്റ്റെപ്പ്? എന്താണ്? അതിനെ അനലൈസ് ചെയ്യുന്നു. വൺസ് ദ ഡാറ്റ കളക്ഷൻ പ്രോസസ് ഈസ് ഓവർ, ദ ഡാറ്റ ക്യാൻ ദെൻ ബി സബ്ജക്റ്റഡ് ടു ഡാറ്റ അനാലിസിസ്. ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ ഡാറ്റ അനാലിസിസ് ചെയ്യാനായിട്ട് കൊണ്ടുപോവാണ്. ക്വാളിറ്റേറ്റീവ്ലി ഓർ ക്വാണ്ടിറ്റേറ്റീവ്ലി ഓർ ബോത്ത്, രണ്ട് രീതിയിലും ഡാറ്റ അനലൈസ് ചെയ്യാം. ക്വാളിറ്റേറ്റീവ്ലി എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ നമ്പേഴ്സ് ഒന്നുമില്ല. നമുക്ക് നമ്പേഴ്സ് ഇല്ലാത്തതിന് നമ്പർ അസൈൻ ചെയ്യാം, നമ്പർ ഉള്ളതിനെ നമുക്ക് വേണമെങ്കിൽ ക്വാളിറ്റേറ്റീവ്ലി ആക്കി മാറ്റാം. അങ്ങനെയാണ് നമ്മൾ ഡാറ്റ അനലൈസ് ചെയ്യുക. ക്വാളിറ്റേറ്റീവ് മീൻസ് ഇപ്പം നമ്മൾ ഹിന്ദു മുസ്ലിം, അപ്പോൾ റിലീജിയനെ വെച്ച് പറയുകയാണെന്നുവെച്ചെങ്കിൽ ഹിന്ദു മുസ്ലിം, ജെൻഡർ വെച്ച് പറയുകയാണെങ്കിൽ മെയിൽ ഫീമെയിൽ, ഇതൊക്കെ ക്വാളിറ്റേറ്റീവ്ലിയാണ്. ക്വാണ്ടിറ്റേറ്റീവ്ലി എന്ന് പറയുമ്പോൾ എന്താണ്? കൃത്യമായിട്ടുള്ള മെഷർമെൻറ്റ്സ് ഉണ്ടായിരിക്കും. രണ്ട് രീതിക്ക് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇൻ ദ പ്രസൻറ്റ് കോഴ്സ് വി വിൽ ലേൺ അബൌട്ട് ദ സം ബേസിക്സ് ടെക്നിക്സ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു അനലൈസ് ഡാറ്റ. ഇതിൽ നമ്മൾ ബേസിക് ടെക്നിക്കുകൾ മാത്രമാണ് കേട്ടോ പഠിക്കുന്നത്. കൺക്ലൂഷൻസ് ആൻഡ് ജനറലൈസേഷൻ, ഏറ്റവും ലാസ്റ്റാണ്. അനാലിസിസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? കൺക്ലൂഷൻസ് ആൻഡ് ജനറലൈസേഷൻ. ബേസ്ഡ് ഓൺ ദ റിസൾട്ട് ഒബ്റ്റെയിൻഡ് ഇൻ ഡാറ്റ അനാലിസിസ് ആൻഡ് കൺക്ലൂഷൻസ്. In data analysis, conclusions are drawn and then the researcher is in position to generalize the results to the population. എന്താണ്? പോപ്പുലേഷൻ കിട്ടി. നമ്മൾ 10 കുട്ടികളുടെ റിസർച്ചാണ് നടത്തിയത്. റിസർച്ചൊക്കെ കഴിഞ്ഞപ്പോൾ കിട്ടി 10 കുട്ടികൾക്ക് മാത്സിൽ നല്ല മാർക്ക് കുറവുണ്ട്, ഇംഗ്ലീഷിൽ മാർക്ക് കൂടുതലാണ്. അപ്പോൾ പോപ്പുലേഷനിലോട്ടും പറയുകയാണ്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും മാത്സിൽ മാർക്ക് കുറവാണ്, ഇംഗ്ലീഷിൽ അവർക്ക് മാർക്ക് കൂടുതലാണ്.
അപ്പോൾ മാത്സിൽ കൂടുതൽ ആക്ടിവിറ്റീസ് കൊടുക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ജനറലൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വെറും 10 പേരായ സാമ്പിളിൽ ചെയ്ത റിസർച്ച് നമ്മൾ എവിടെ കൊണ്ടുപോയി കൊടുത്തു? 100 പേരുള്ള പോപ്പുലേഷനിലോട്ട് നമ്മൾ ജനറലൈസ് ചെയ്തു. ഇതാണ് ജനറലൈസേഷൻ. 10 പേരുള്ള സാമ്പിളിലാണ് റിസർച്ച് ചെയ്തത്. അത് എവിടെ കൊണ്ടുപോയി ജനറലൈസ് ചെയ്തു? പോപ്പുലേഷനിലോട്ട്. അത് എല്ലാവർക്കും ഇതേപോലെയാണ്. ഇതാണ് കൺക്ലൂഷൻസ് ആൻഡ് ജനറലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ കിട്ടിയിട്ടുള്ള ഡാറ്റ അതിനെ അനലൈസ് ചെയ്തു, അതിൻ്റെ ബേസിലാണ് നമ്മൾ കൺക്ലൂഷൻസ് ഉണ്ടാക്കുന്നത്. എന്നിട്ടത് 10 പേരിലാണ് ചെയ്തിട്ടുള്ളത്, പക്ഷെ 100 പേർക്ക് ഇങ്ങനെ തന്നെയാണെന്ന് ജനറലൈസ് ചെയ്തു. ഓക്കെ ആണോ? കോമ്പോണൻസ് ഓക്കെ അല്ലേ? ഡൗട്ട് ഓക്കെ അല്ലേ? ഇല്ല. ജിയന്ന ഓക്കെ അല്ലേ? ഓക്കെ ആണ്. നെക്സ്റ്റ്. ഇപ്പം ഇത് നമ്മൾ റിസർച്ചിൻ്റെ കോമ്പോണൻസ് ആണ് പറഞ്ഞത്. ഇനിയാണ് ശരിക്കും സ്റ്റാറ്റിയുടെ റോള് റിസർച്ചിൽ എന്താണെന്ന് പറയുന്നത്. Statistics plays an important role during various stages of research. For instance, while drawing a sample from population for research, statistics can be adequately used. സ്റ്റാറ്റി എന്ന് പറയുന്നത് റിസർച്ചിൽ ഒരുപാട് റോളുണ്ട് സ്റ്റാറ്റിക്ക്. പക്ഷെ മെയിനായിട്ട് നമ്മൾ എവിടെയാണ്? പല സ്റ്റേജുകളിലായിട്ടാണ്. റോൾ ഡ്യൂറിങ് വേരിയസ് സ്റ്റേജസ് ഓഫ് റിസർച്ച്. പല സ്റ്റേജുകളിലും സ്റ്റാറ്റിയുടെ റോൾ അവിടെ നടക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പോപ്പുലേഷനിൽ നിന്ന് സാമ്പിൾ എടുക്കുമ്പോൾ തൊട്ട് സ്റ്റാറ്റി അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ സ്റ്റാറ്റി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടെക്നിക്ക്, അതാണ് ഞാൻ പറഞ്ഞത് പ്രോബബിലിറ്റി ആൻഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്. അത് സ്റ്റാറ്റിയിലുള്ള ഒരു ടെക്നിക്കാണ്. അത് വെച്ചിട്ടാണ് സാമ്പിളിനെ പോലും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? പല സ്റ്റേജുകളിലും സ്റ്റാറ്റി യൂസ് ചെയ്യുന്നുണ്ട്. സാമ്പിൾ സൈസ് ഫോർ റിസർച്ച് ക്യാൻ ബി ഡിറ്റർമിൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. സർട്ടൻ ഫോർമുല ക്യാൻ ബി യൂസ്ഡ് ടു കമ്പ്യൂട്ട് സാമ്പിൾ സൈസ്. കണ്ടോ? വലിയൊരു പോപ്പുലേഷനാണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് വിചാരിക്കാം. നമുക്കൊരു ഇന്ത്യയിലെ മൊത്തം ജനങ്ങളെ പറ്റിയിട്ടുള്ള ഒരു റിസർച്ചാണ് നമ്മൾ നടത്തുന്നതെന്ന് വിചാരിക്കുക. എന്താണ്? പോപ്പുലേഷൻ സൈസ് വളരെ വലുതാണ്. നമ്മൾ എങ്ങനെ സാമ്പിളിനെ സെലക്ട് ചെയ്യും? കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള സമയത്താണ് ഈ ഫോർമുലാസ്, പ്രോബബിലിറ്റി സാമ്പിളിങ്, നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ് ടെക്നിക്കൊക്കെ വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് സ്റ്റാറ്റിയുടെ ഹെൽപ്പ് വേണം, എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സാമ്പിളിനെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഫർദർ ഇൻ ടെസ്റ്റ് ഡെവലപ്മെൻറ്റ്, സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഓർഡർ ടു അസർട്ടൈൻ ദ റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി ഓഫ് ദ ടെസ്റ്റ്. ഇനി ടെസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ടൈമിൽ അപ്പോഴെന്താണ്? അതിൻ്റെ റിലയബിലിറ്റിയും വാലിഡിറ്റിയും ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ എന്ത് വേണം? സ്റ്റാറ്റി വേണം. ഇനി ടെക്നിക്സ് ലൈക്ക് ഫാക്ടർ അനാലിസിസ് ക്യാൻ ബി യൂസ്ഡ് ഇഫക്റ്റീവ്ലി ഫോർ റിഡക്ഷൻ ഓഫ് ഡാറ്റ. ദാറ്റ് ഓൾസോ ഫൈൻഡ് ആപ്ലിക്കേഷൻ ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് സൈക്കോളജിക്കൽ ടെസ്റ്റ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻസ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഡെവലപ്മെൻറ്റ് ഓഫ് നോംസ്. ഇവിടെ എന്താണ്? ഫാക്ടർ അനാലിസിസ് നടത്തുക. അതായത് ഫാക്ടർ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിസർച്ചിൽ വരുന്ന ഫാക്ടേഴ്സിനെ, അതിൻ്റെ റീസൺ ആയിട്ട് വരുന്ന കാര്യങ്ങളെ അനലൈസ് ചെയ്യുക. Used effectively for reduction of data. That's also find application in the development of psychological tests. Normal distribution can be used in development of norms. Norms development ചെയ്യുന്ന ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം? നോർമൽ ഡിസ്ട്രിബ്യൂഷൻസ് എടുക്കാം. നോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ടെസ്റ്റ്, ഇപ്പോൾ വെഷ്ലറിൻ്റെ ഇൻ്റലിജൻസ് സ്കെയിൽ എടുക്കാം. അതിനൊരു നോം സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് ഇത്രേൻ്റെ ഉള്ളിൽ, വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ 10ാം ക്ലാസ്സിലെ പിള്ളേരെ കാര്യം തന്നെ എടുക്കാം. ഒരു നോം സെറ്റ് ചെയ്തുള്ളത് എന്താ? 90 to 100 ആണെങ്കിൽ A+ അല്ലേ? 90+ ആണെങ്കിൽ A+, 80 to 90 ആണെങ്കിൽ എന്താണ്? A ഗ്രേഡ്. അങ്ങനെ ഒരു നോംസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അതിനെയാണ് നമ്മൾ ശരിക്കും നോം എന്ന് പറയുന്നത്. ഒരു ക്രൈറ്റീരിയ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഈ നോംസ് ഡെവലപ്പ് ചെയ്യുന്ന ടൈമിൽ എന്താണ്? നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻസ് ആണ് അവിടെ യൂസ് ചെയ്യുക. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കണം, ഒരേപോലത്തെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ 90+ ആണെങ്കിൽ A+, 80+ ആണെങ്കിൽ A ഗ്രേഡ് എന്ന് പറഞ്ഞു. LKGയിലെ പിള്ളേരെ ഈ ക്രൈറ്റീരിയ വെച്ച് കഴിഞ്ഞാൽ ശരിയാവുമോ? LKGത്തെ സ്റ്റുഡൻസിന് ഈ ഒരു നോം സെറ്റ് ചെയ്താൽ ശരിയാവുമോ? പറഞ്ഞേ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ശരിയാവുമെന്ന്? ഇല്ല അല്ലേ? LKGത്തെ പിള്ളേർക്ക് ഈ ഒരു ക്രൈറ്റീരിയ വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. ചിലപ്പോൾ അവർ മാർക്ക് വാങ്ങുന്നുണ്ടായിരിക്കാം, പക്ഷെ എന്താണ്? 2 പേരുടെയും അവരുടെ ഏജിൽ ഡിഫറൻസ് ഉണ്ട്, പഠിക്കുന്ന സിലബസിൽ വ്യത്യാസമുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസറിലൊക്കെ വ്യത്യാസമുണ്ട്, വാല്യുവേഷനിൽ വ്യത്യാസമുണ്ട്. ഇവിടെ ഒന്നും നോർമാലിറ്റി ഇല്ല. അപ്പോൾ നോംസ് സെറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നോർമൽ ഡിസ്ട്രിബ്യൂഷൻസ് യൂസ് ചെയ്യണം. ഓക്കെ, ഇതിനൊക്കെ സ്റ്റാറ്റി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്റ്റാറ്റി എന്ന് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ നോക്കുന്ന സംഭവമാണെന്ത്? സ്റ്റാറ്റി.
ദസ് സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ പ്ലേ an important റോൾ ഇൻ ദ ടെസ്റ്റ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സ്. കണ്ടോ? അപ്പോൾ ടെസ്റ്റ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സിൽ സ്റ്റാറ്റിക് ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് പ്ലേസ് ആൻ എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ അനലൈസിങ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ കളക്റ്റഡ് ബൈ എ റിസർച്ച്. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ അനലൈസ് ചെയ്യുന്നതിൽ ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട്. That can be organized, classified and analyzed using various statistical techniques so as to draw inferences and conclusions and help in decision making. കണ്ടോ? ഓർഗനൈസ് ചെയ്യാനും ക്ലാസിഫൈ ചെയ്യാനും അനലൈസ് ചെയ്യാനും ഒക്കെ എന്ത് ചെയ്യാം? സ്റ്റാറ്റ് യൂസ് ചെയ്യാം അല്ലേ? നമുക്കിപ്പോൾ 100 കുട്ടികളുടെ മാർക്കുണ്ട്. അതിങ്ങനെ വരിയായിട്ട് എഴുതുന്നതാണോ നല്ലത്, ടേബിളാക്കി അതിനെ ഗ്രാഫാക്കുകയാണോ നല്ലത്? അല്ലേ? നമ്മളൊക്കെ പഠിച്ചിട്ടില്ലേ ഗ്രാഫ് സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്യില്ലേ അല്ലേ? വളരെ സിമ്പിളായിട്ട് നമുക്ക് ഗ്രാഫ് നോക്കിയിട്ട് ആൻസർ പറയാനായിട്ട് പറ്റും അല്ലേ? ഒരു മൊത്തത്തിലൊരു അനാലിസിസ് നടത്താനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെ സ്റ്റാറ്റിയുടെ ഹെൽപ്പാണ്. The result thus obtained can be meaningfully summarized and conclusions can be drawn and predictions can be made from the same. കണ്ടോ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മീനിങ് സമ്മറൈസ് ചെയ്യാം. ഒരു ഗ്രാഫ് കയ്യിൽ കിട്ടിയാൽ മതി. ഇംഗ്ലീഷിനാണോ മാത്സിനാണോ മാർക്ക് കൂടുതൽ, സയൻസിൽ എത്രത്തോളം മാർക്കുണ്ട് ഒക്കെ നമുക്ക് സമ്മറൈസ് ചെയ്യാം. ആൻഡ് കൺക്ലൂഷൻസ്, അതാണ് കൺക്ലൂഷൻ. നമുക്ക് മൊത്തത്തിൽ ജനറൽ ഒരു കൺക്ലൂഷൻ കിട്ടും. 10 കുട്ടികൾ നന്നായി പഠിക്കുന്നുണ്ട്, 10 കുട്ടികൾക്ക് ഒരു ആവറേജ് മാർക്കുള്ളൂ. ഇങ്ങനെ നമുക്ക് കൺക്ലൂഷൻ കമ്പാരിസൺ ഒക്കെ നടത്താം. ആൻഡ് ക്യാൻ ബി ഡ്രോ ആൻഡ് പ്രഡിക്ഷൻസ് ക്യാൻ ബി മെയ്ഡ് ഫ്രം ദ സെയിം. പ്രഡിക്ഷൻസ് കൊടുക്കാം. ഇതേ രീതിയിലാണ് പോകുന്നുണ്ടെങ്കിൽ പബ്ലിക് എക്സാമിന് മാർക്ക് കുറയും. അങ്ങനെ പ്രഡിക്ഷൻസ് നടത്താം. ഇതൊക്കെ നമുക്ക് സ്റ്റാറ്റി വെച്ചിട്ട് ചെയ്യാം. നമ്മൾ പറയുന്നത് സിമ്പിൾ എക്സാമാണ്. അപ്പോൾ വലിയൊരു റിസർച്ച് ചെയ്യുമ്പോഴും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കും. സമ്മറൈസ് ചെയ്യാം, കൺക്ലൂഷൻസ് ആൻഡ് അതിൽ നിന്ന് പ്രഡിക്ഷൻസ്, ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ബോത്ത് ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ ബി യൂസ്ഡ് ടു അനലൈസ് ദ ഡാറ്റ. കണ്ടോ? രണ്ടിലും ഡിസ്ക്രിപ്റ്റീവിലും ഇൻഫറൻഷ്യലിലും നമുക്ക് എന്ത് ചെയ്യാം? ഡാറ്റ അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് the probability of errors while drawing inferences can also be determined, thus enhancing the degree of precision. അപ്പോൾ നമ്മളിൽ ഏറ്റവും ലാസ്റ്റ് എന്താണ്? ഇൻഫറൻസ് ഡ്രോ ചെയ്യാണ്. അതായത് നമ്മളൊരു അനുമാനത്തിലെത്തും. ഒരു റിസൾട്ട് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൽ തന്നെ നമുക്കൊരു അനുമാനത്തിലെത്താം. എന്താണ്? 10 കുട്ടികൾ നന്നായി പഠിക്കുന്നുണ്ട്, 10 കുട്ടികൾക്ക് മാർക്ക് കുറവാണ്. ഒരു അനുമാനത്തിലെത്തി. അപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ, അവർക്ക് കുറച്ചും കൂടി എക്സ്ട്രാ ക്ലാസ്സുകൾ, മോർണിംഗ് ക്ലാസ്, ഈവനിങ് ക്ലാസ് ഒക്കെ അവർക്ക് കൊടുക്കണം, കുറച്ചും കൂടി ആക്ടിവിറ്റീസൊക്കെ കൊടുക്കണം. അങ്ങനെ ഒരു ഇൻഫറൻസ് മേക്ക് ചെയ്തു. ഇനി ഇതിൽ എന്തെങ്കിലും എറർ ഉണ്ടെന്ന് വരുത്താം. The probability of errors while drawing inference can also be determined, thus enhancing the degree of precision. അപ്പം അതും കൂടെ, അങ്ങനെ എററും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റാറ്റിയുടെ ഹെൽപ്പോടെ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഡിറ്റർമൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? എൻഹാൻസിങ് ദ ഡിഗ്രി ഓഫ് പ്രിസിഷൻ. പിന്നെ നമ്മൾ പറയുന്നതിലുള്ള ഭയങ്കര ആക്യുറസി ഉണ്ടായിരിക്കും. കാരണം എററിനെ നമുക്ക് അവിടെ തിരുത്താനായിട്ട് പറ്റും. With regard to descriptive statistics, the raw data can be classified and tabulated when the measures of center tendency and measures of variability can be used based on the objectives of the research. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റോ ഡാറ്റ, നമ്മൾ പറഞ്ഞ സാധനം, 100 പേരുടെ മാർക്ക് ക്യാൻ ബി ക്ലാസിഫൈഡ് ആൻഡ് ടാബുലേറ്റഡ്. എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെ? ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, സോഷ്യൽ, ഹിന്ദി ക്ലാസിഫൈ ചെയ്തു. ടാബുലേറ്റ് ചെയ്തു. എന്താക്കാണ്? ടാബിൾ ചെയ്തു. എല്ലാ കുട്ടികളുടെ മാർക്കും ടേബിളാക്കി വെച്ചു. ആൻഡ് ദെൻ മെഷർ ഓഫ് സെൻറ്റർ ടെൻഡൻസി, മീൻ കാണാം. ആൻഡ് മെഷേഴ്സ് ഓഫ് വേരിയബിലിറ്റി, സ്റ്റാൻഡേർഡ് ഓഫ് ഡിസ്പേർഷൻ കാണാം. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റി വെച്ചിട്ട് ചെയ്യാം. ദ ഡാറ്റ ക്യാൻ ഓൾസോ ബി ഗ്രാഫിക്കലി റെപ്രസെൻറ്റഡ് ഫോർ ദ ഇഫക്റ്റീവ് പ്രസൻറ്റേഷൻ. എന്ത് ചെയ്യാം? അതിനെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഫോർ ദ ഇഫക്റ്റീവ് പ്രസൻറ്റേഷൻ ആൻഡ് ഈസി അണ്ടർസ്റ്റാൻഡിങ്. ഗ്രാഫിക്കലി പ്രസൻറ്റ് ചെയ്യുന്നതോടുകൂടി നമുക്ക് എന്താക്കാനായിട്ട് പറ്റും? പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. വിത്ത് റിഗാർഡ് ടു ഇൻഫറൻഷ്യൽ സ്റ്റാറ്റി, ഇനി അടുത്തത് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിയുടെ ഹെൽപ്പ്. 2 or more sample sub groups can be compared. 2 ഗ്രൂപ്പിനെ കമ്പയർ ചെയ്യാം. എ ക്ലാസ്സിലത്തെയും അതുപോലെ തന്നെ ബി ക്ലാസ്സിലത്തെയും കുട്ടികളുടെ മാർക്ക് കമ്പയർ ചെയ്തു. രണ്ടും, അതിന് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിയാണ് ഹെൽപ്പ് ചെയ്യുക. അവിടെയാണ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റി, അവിടെ തൊട്ടാണ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റി യൂസ് ചെയ്യുന്നത്. കമ്പാരിസൺ, മീനുകളുടെ ഇടയിലുള്ള കമ്പാരിസൺ, ഇതൊക്കെ നമ്മൾ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിയിലാണ് പഠിക്കുക. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഡിഫറൻഷ്യലും സെക്കൻഡ് ഇയറിൽ ഇൻഫറൻഷ്യലാണ് കേട്ടോ. Further, statistics can also play a role when a researcher wants to predict one or more variable from other variables. ഇവിടെ എന്താണ്? Statistics can also play a role when a researcher wants to predict one or more variable from other variable. ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിയിൽ വേരിയബിൾസിൻ്റെ ഇടയിലുള്ള
ഡിഫറൻസ് അല്ലെങ്കിൽ അവരുടെ റിലേഷൻ പറഞ്ഞ് അതിനെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമുക്ക് നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ ഉണ്ടല്ലോ, എവിടെ അത്, നമ്മുടെ പ്രോബ്ലത്തിൽ കണ്ടോ, ടു സ്റ്റഡി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പെർസീവ്ഡ് പാരന്റൽ ബിഹേവിയർ ആൻഡ് സെൽഫ് കോൺസെപ്റ്റ്. ഇവിടെ ആദ്യത്തെ കണ്ടോ, ഇവിടെ ഒരു വേരിയബിൾ എന്ന് പറയുന്നത് പെർസീവ്ഡ് പാരന്റൽ ബിഹേവിയർ, അത് ഫസ്റ്റ് വേരിയബിൾ ആണ്. ആൻഡ് സെക്കൻഡ് വേരിയബിൾ എന്ന് പറയുന്നത് സെൽഫ് കോൺസെപ്റ്റ് ഓഫ് അഡോളസൻസ്. കണ്ടോ, രണ്ട് വേരിയബിൾ ആണ്. മനസ്സിലായോ? ആദ്യത്തെ വേരിയബിൾ പെർസീവ്ഡ് പാരന്റൽ ബിഹേവിയർ, രണ്ടാമത്തെ വേരിയബിൾ സെൽഫ് കോൺസെപ്റ്റ് ഓഫ് അഡോളസൻസ്. ഈ രണ്ട് കാര്യങ്ങളും അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറൻഷിയേറ്റ് ചെയ്യാം, അവരെ റിലേഷൻസ് പറയാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റ് വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് thus based on objectives and the nature of the research, varied statistical techniques that could be as simple as computing mean and mode to more complex techniques like factor analysis, discriminant analysis and so on can be used. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ റിസർച്ചിൻ്റെ നേച്ചർ അനുസരിച്ച് നമുക്ക് പല ടെക്നിക്കുകളും പല സ്റ്റാറ്റിസ്റ്റിക് ടെക്നിക്കുകളും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ആസ് സിമ്പിൾ ആസ് കമ്പ്യൂട്ടിംഗ് മീൻ പോലെയുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ കോംപ്ലക്സ് ടെക്നിക്കുകളുണ്ട്, ഫാക്ടർ അനാലിസിസ്, ഡിസ്ക്രിമിനൻ്റ് അനാലിസിസ്, അതൊക്കെ കുറച്ചും കൂടി കടുക്കട്ടിയായിട്ടുള്ള റിസർച്ചിലെ പരിപാടികളാണ്. അതൊക്കെയും ചെയ്യാം. അപ്പോൾ സിമ്പിൾ ടെക്നിക്ക് മുതൽ കോംപ്ലക്സ് ടെക്നിക്ക് വരെ നമുക്ക് സ്റ്റാറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. ആൻഡ് അനാലിസിസ് സോ ഓൺ ക്യാൻ ബി യൂസ്ഡ്. ദ സ്റ്റാറ്റിസ്റ്റിക്സ് ഹാസ് എ മേജർ ആൻഡ് സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ റിസർച്ച്. അപ്പോൾ സ്റ്റാറ്റിയുടെ മെയിനായിട്ടുള്ള റോളാണ് നമ്മളിപ്പോൾ റിസർച്ചിൽ പറഞ്ഞത്. ഇത്ര ഓക്കെയാണ്. അപ്പോൾ എഴുതുമ്പോൾ നമുക്ക് മെയിനായിട്ട് എവിടെ നിന്ന് എഴുതി തുടങ്ങേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റോൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് 2024 തൊട്ടിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എഴുതുമ്പോൾ ആദ്യം ഈ പറഞ്ഞ 3 പോയിന്റ്സ് എഴുതണം. സ്റ്റാറ്റി എന്താണ് എന്നുള്ളൊരു ഡെഫിനിഷനൊക്കെ കൊടുത്ത്, ഈ കോമ്പോണൻസിനെ നമുക്ക് ഇത്രയും എഴുതണമെന്നില്ല, ചെറുതായിട്ടൊന്ന് കോമ്പോണൻസ് ഒക്കെ എന്താണെന്നൊന്ന് ഡിഫൈൻ ചെയ്തിട്ട് വേണം ഈ പോയിന്റ്സുകൾ. ഇതാണ് നമ്മുടെ മെയിൻ പോയിന്റ്സ്. റോൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മെയിൻ പോയിന്റ്സ് തുടങ്ങുന്നത് ഇവിടം തൊട്ടിട്ടാണ്, ഇതുവരെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ ആണോ? കുഴപ്പമില്ലല്ലോ? ഓക്കെ. ഈ നോട്ട് ക്ലാസ് റൂമിൽ ഇടുന്നുണ്ടാവോ? ഇതിടാം. നോട്ട് ഞാനിടാം. വീഡിയോ 2 ദിവസം പിടിക്കും. നോട്ട് ഞാൻ കുഴപ്പമില്ല, നോട്ട് മതി. ഇനി അടുത്തത് ലിമിറ്റേഷൻസ് ആൻഡ് മിസ്ഇൻറ്റർപ്രിട്ടേഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിയുടെ ലിമിറ്റേഷൻസ് ആണ് പറയുന്നത്. ഇത്രയും നേരം നമ്മൾ സ്റ്റാറ്റിയുടെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സൈഡുകൾ പറഞ്ഞു. ഇനി ലിമിറ്റേഷൻസ് ആൻഡ് മിസ്ഇൻറ്റർപ്രിട്ടേഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഡോർ ക്ലോസ് ചെയ്യും. Statistics cannot be used with a single observation. To compute statistics, we need a group of data or observation. For just a single observation, statistics cannot be applied. കണ്ടോ, ഒരാളുടെ മാർക്ക് മാത്രം എടുത്തിട്ട് നമുക്ക് സ്റ്റാറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. എന്ത് വേണം? ഒരു ഗ്രൂപ്പ് ഓഫ് ഡാറ്റ നമുക്ക് വേണം, എങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റാറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. Events or phenomena that are qualitative in nature cannot be subjected to statistics. Statistics is applicable to events and phenomena that can be measured in terms of numbers. ഇവിടെ ഉണ്ടോ, ക്വാളിറ്റേറ്റീവ്ലി കിട്ടുന്ന ഡാറ്റാസ് മാത്രമേ നമുക്ക് സ്റ്റാറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ക്വാണ്ടിറ്റേറ്റീവ്ലി കിട്ടുന്ന ഡാറ്റാസ്, അതായത് നമ്പേഴ്സ് ആക്കിയിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, സ്റ്റാറ്റ് ചെയ്യാനാക്കിയിട്ട് പറ്റുള്ളൂ. അപ്പം നമുക്ക് തോന്നും ക്വാളിറ്റേറ്റീവ്ലി കിട്ടുന്ന ഡാറ്റേനെ എന്ത് ചെയ്യുന്നു, ക്വാളിറ്റേറ്റീവ്ലി കിട്ടുന്ന ഡാറ്റേനെ നമ്മൾ നമ്പർ ആക്കിയിട്ട് മാറ്റും. നിങ്ങൾ ക്വസ്റ്റ്യനെയേഴ്സ് കണ്ടിട്ടില്ലേ? ലിക്കഡ് സ്കെയിലിൽ അഗ്രി, ഡിസഗ്രി, ന്യൂട്രൽ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ലിക്കഡ് സ്കെയിലിൻ്റെ ക്വസ്റ്റ്യനെയർ കണ്ടിട്ടില്ലേ? നമ്മളവിടെ നമ്പറാണോ കൊടുക്കുന്നത്? നമ്മളവിടെ എങ്ങനെയാണ് കൊടുക്കുന്നത്? ഹൈലി അഗ്രി, ന്യൂട്രൽ, ഡിസഗ്രി, ഹൈലി ഡിസഗ്രി, ഇങ്ങനെയായിരിക്കും ലിക്കഡ് സ്കെയിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മളവിടെ ആൻസർ കൊടുക്കുമ്പോൾ ഇപ്പോൾ ഹൈലി അഗ്രി എന്ന് കൊടുത്തു, അതിന് ചിലപ്പോൾ 5 മാർക്കായിരിക്കും അവരവിടെ കൊടുക്കുക. അപ്പോൾ അത് ആ ആൻസേഴ്സിന്, അങ്ങനെ ക്വാളിറ്റേറ്റീവ്ലി കൊടുക്കുന്ന ആൻസേഴ്സിന് എന്ത് ചെയ്യും, അതിനെ ക്വാണ്ടിറ്റേറ്റീവ് നേച്ചറിലോട്ട് മാറ്റും, നമ്പർ അസൈൻ ചെയ്ത് നമ്പറിലോട്ട് മാറ്റും. എന്നാൽ മാത്രമേ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ.
സ്റ്റാറ്റി ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഡാറ്റയ്ക്ക് നമുക്ക് സ്റ്റാറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല, പക്ഷെ അതിനെ നമ്പറിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ചെയ്യാനായിട്ട് പറ്റും. അതാണ് രണ്ടാമത്തെ സ്റ്റാറ്റിയുടെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. Inferences based on statistics cannot be exact as the inferences that are drawn are based on the mathematical laws. ഇവിടെ ഇൻഫറൻസ് എന്താണ്? ബേസ്ഡ് ഓൺ സ്റ്റാറ്റിസ്റ്റിക്സ് cannot be exact. കണ്ടോ, ചിലപ്പോൾ ആക്യുറേറ്റ് ആയിരിക്കണം എന്നില്ല. നമ്മൾ പറഞ്ഞു 10 പേരുടെ മാർക്ക് മാത്രം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, അവിടെ ഒരു ഇൻഫറൻസ് മേക്ക് ചെയ്തു. 10 ഈ കുട്ടികൾക്ക്, ഈ ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും മാത്സിൽ മാർക്ക് കുറവാണ്. ഫുൾ മാർക്ക് കിട്ടിയ കുട്ടികളുണ്ടാവില്ല അവിടെ. ചിലപ്പോൾ 50 മാർക്ക് വാങ്ങിച്ച കുട്ടികളുണ്ടായിരിക്കും, അല്ലെങ്കിൽ 48 മാർക്ക് വാങ്ങിച്ച കുട്ടികൾ, അവരെയും കൂടെ ഇത് ബാധിച്ചു. അപ്പോൾ ഇൻഫറൻസ് സ്റ്റാറ്റി വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഇൻഫറൻസിന് ചിലപ്പോൾ എന്തുണ്ടായിരിക്കില്ല, അത് ആക്യുറേറ്റ് ആയിരിക്കണമെന്നില്ല. ദാറ്റ് ആർ drawn are based on mathematical laws. Statistical laws are based on majority of the observation and may not be applicable to each and every individual. കണ്ടോ, സ്റ്റാറ്റിസ്റ്റിക്കൽ ലോ എന്ന് പറയുന്നത് മെജോറിറ്റി ഓഫ് ഒബ്സർവേഷനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ 10 പേരുടെ എടുത്തു, അതിൽ ഒബ്സർവേഷൻസ് നോക്കിയിട്ടാണ് നമ്മൾ ഇൻഫറൻസ് മേക്ക് ചെയ്യുന്നത്. അത് പക്ഷേ എല്ലാവർക്കും, ഓരോരുത്തർക്കും അത് അപ്ലൈ ചെയ്യാനായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അതാണ് അടുത്ത ലിമിറ്റേഷൻ. നെക്സ്റ്റ്, in order to adequately interpret the results of statistics, knowledge about statistics is required, especially with regard to when to use what technique and how to interpret the results obtained. ഞാൻ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, സ്റ്റാറ്റിയുടെ റിസൾട്ട് നമുക്ക് കൃത്യമായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ സ്റ്റാറ്റിനെ കുറിച്ച് അറിവുണ്ടായിരിക്കണം. മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാൻ പറ്റാത്ത ആൾ ഇപ്പോൾ 10 സ്റ്റുഡൻസിൻ്റെ മാർക്ക് കൊടുത്തു, മീൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു. അപ്പോൾ മൂപ്പര് ഏകദേശം ഒരു ആവറേജ് മാർക്ക് ഒരു 32 അങ്ങോട്ട് എഴുതി വെച്ചു. ആൾക്ക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയില്ല. എന്തായി? തെറ്റിയില്ലേ? അവിടെ ഇൻഫറൻസസ് മൊത്തം തെറ്റും. അപ്പോൾ സ്റ്റാറ്റിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് വൺ, statistics as such has no control over the data collection process. The results obtained will provide no indication of any dishonesty or bias in data collection. Thus it is prone to misuse and much depends in regard on the researcher rather than statistics. ഇവിടെ എന്താണ്, ഡാറ്റ കളക്ഷൻ പ്രോസസ്സിൽ ഒരു കൺട്രോളും ഇല്ല. ഇപ്പം നമ്മൾ തന്നെ ക്വസ്റ്റ്യനെയർ ഫില്ല് ചെയ്യുമ്പോൾ എന്താണ്, ആദ്യത്തെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ വായിച്ചിട്ട് ചിലപ്പോൾ ആൻസർ ചെയ്യും. പിന്നെ അവിടെ നിന്ന് തൊട്ട് അങ്ങോട്ട് നമുക്ക് ബോറടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, തോന്നിയതൊക്കെ ആൻസർ ചെയ്ത് വെക്കും അല്ലേ. ഈ ഒരു ഡിസ്ഹോണസ്റ്റി ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റയിൽ എറർ വരാൻ, ബയാസ്ഡ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഡാറ്റ കളക്ഷനിൽ യാതൊരുവിധ കൺട്രോളും സ്റ്റാറ്റിക്ക് പറയാനായിട്ട് പറ്റില്ല. ചിലപ്പോൾ അത് മിസ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മച്ച് ഡിപ്പെൻസ് ദിസ് റിഗാർഡ് ഓൺ ദ റിസർച്ചർ അതർ ദാൻ ദ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇത് റിസർച്ചറിനെ ബേസ് ചെയ്തിട്ടാണ്. ഡാറ്റ കളക്ട് ചെയ്യുന്നത് എങ്ങനെയാണോ അതിനെ ബേസ് ചെയ്തിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ ഡാറ്റ കളക്ഷനിൽ ഒരു ഉറപ്പും പറയാനായിട്ട് പറ്റില്ല. അതാണ് അടുത്ത ലിമിറ്റേഷൻ. നെക്സ്റ്റ്, സ്റ്റാറ്റിസ്റ്റിക്സ് may not provide a complete picture about a certain phenomena, or even there are number of factors that can have impact on a certain phenomena, but statistics will be able to measure only those factors that are quantitatively expressed. കണ്ടോ, ഇവിടെ നമ്മൾ ഈ ഒരു സംഭവം എടുത്തത് 2 വേരിയബിൾസ് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അഡോളസെൻസിൻ്റെ ബിഹേവിയറും അഡോളസെൻസിൻ്റെ സെൽഫ് കോൺസെപ്റ്റും പാരൻ്റൽ ബിഹേവിയറും. ഇതാണ് നമ്മുടെ വേരിയബിൾസ്. ഈ അഡോളസെൻസിൻ്റെ സെൽഫ് കോൺസെപ്റ്റിനെ എഫക്റ്റ് ചെയ്യുന്ന വേറെ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. പാരൻ്റൽ ബിഹേവിയർ മാത്രമാണോ ഒരു കുട്ടിയുടെ സെൽഫ് കോൺസെപ്റ്റിനെ എഫക്റ്റ് ചെയ്യുന്ന സാധനം? അല്ല, ഒരുപാട് ഫാക്ടേഴ്സ് വേറെ ഉണ്ടായിരിക്കും. അതൊന്നും നമ്മൾ ആ ടൈമിൽ എടുക്കുന്നില്ല. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ റിസർച്ചിന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഫാക്ടേഴ്സിനെ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ എടുത്തിട്ട് സ്റ്റാറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതാണ് വേണ്ട, may not provide a complete picture about a certain phenomena or event. അപ്പോൾ അഡോളസെൻസിൻ്റെ സെൽഫ് കോൺസെപ്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എടുക്കുന്നില്ല, കംപ്ലീറ്റ് പിക്ചർ കിട്ടുന്നില്ല. Next, the results obtained are also prone to be misinterpreted, especially by untrained persons who lack knowledge about the statistical techniques, their computation and interpretation. ഇനി എന്താണ്, മിസ്ഇൻ്റർപ്രിറ്റഡ് ആവാനുള്ള ഒരു ചാൻസ്. അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക് അറിയാത്ത, അതിൻ്റെ കമ്പ്യൂട്ടേഷൻസ്, ഇൻ്റർപ്രിറ്റേഷൻസ് ഒന്നും അറിയാത്തവരാണെന്ന് വെച്ചെങ്കിൽ എന്തായിരിക്കും, മിസ്ഇൻ്റർപ്രിറ്റേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ആൻഡ് ദർ ഈസ് പോസിബിലിറ്റി ഓഫ് എറേഴ്സ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസിഷൻസിലും എറർ വരാനുള്ള സാധ്യതകൾ. ഇതൊക്കെ സ്റ്റാറ്റിയുടെ ലിമിറ്റേഷൻസ് ആണ്. ഏതൊക്കെയാണ് പറഞ്ഞത്? ഒരു സിംഗിൾ ഒബ്സർവേഷൻ പറ്റില്ല, ഗ്രൂപ്പ് ഓഫ് ഡാറ്റ വേണം, അതാണ് ആദ്യത്തെ. നെക്സ്റ്റ് എന്താണ്,
ക്വാളിറ്റേറ്റീവ് ഇൻ നേച്ചർ ആയിട്ടുള്ള ഫിനോമിനകൾ നമുക്ക് സ്റ്റാറ്റിയിൽ കൊണ്ടുവരാനായിട്ട് പറ്റില്ല. ക്വാണ്ടിറ്റേറ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ അത് ഇൻ ടേംസ് ഓഫ് നമ്പർ ആയിരിക്കണം. ഇനി ഇൻഫറൻസസ് എക്സാക്റ്റ് ആയിരിക്കില്ല, അക്യുറസി ഉണ്ടായിരിക്കില്ല. മെജോറിറ്റി ഓഫ് ഒബ്സർവേഷൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ റിസൾട്ട് ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ഇൻഫറൻസ് എന്താവും, എറർ വരാനുള്ള സാധ്യതയുണ്ട്. ഇനി അടുത്തത് റിസൾട്ട് ഓഫ് സ്റ്റാറ്റി കിട്ടണമെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക് അല്ലെങ്കിൽ അത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നുള്ളത് എങ്ങനെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അല്ലാത്ത പക്ഷം എറർ വരാനുള്ള സാധ്യത. പിന്നെന്താണ്, ഡാറ്റ കളക്ഷനിൽ ഒരു കൺട്രോളും ഇല്ല, ചിലപ്പോൾ ബയാസ്ഡ് ആയി പോകും. അപ്പോൾ റിസർച്ച് തന്നെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ഡാറ്റ കളക്ഷൻസ് ഉണ്ടായിരിക്കുക. എൻ്റെ അടുത്തത് സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു കംപ്ലീറ്റ് പിക്ചർ, ഒരു സെർട്ടൻ ഫിനോമിനെ പറ്റി, ഒരു ഇവൻറ്റിനെ പറ്റി ഒരു കംപ്ലീറ്റ് പിക്ചർ കിട്ടുന്നില്ല. അതായത് നമ്മൾ കൊണ്ടുവരുന്ന ഫാക്ടേഴ്സ് മാത്രമേ നമ്മൾ മെഷർ ചെയ്യുന്നുള്ളൂ. അതിൻ്റെ പിന്നിൽ ആ ഒരു ഫിനോമിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും, അത് കണക്കിലെടുക്കുന്നില്ല. ആൻഡ് ലാസ്റ്റ് വൺ, മിസ്ഇൻ്റർപ്രിറ്റഡ് ആവാനുള്ള ചാൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കിനെ പറ്റി നോളജ് അല്ലാത്തവരാണ് കമ്പ്യൂട്ടേഷനും ഇൻ്റർപ്രിറ്റേഷനും ഒക്കെ ചെയ്യുന്നത് വെച്ചെങ്കിൽ മിസ്ഇൻ്റർപ്രിറ്റഡ് ആവും. ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസിഷനിൽ വരുന്ന എറേഴ്സിൻ്റെ പോസിബിലിറ്റി. ഓക്കെ ആണോ? ഓക്കെ. നമുക്കിനി സ്കെയിൽസ് ഓഫ് മെഷർമെൻറ്റ് നാളെ എടുക്കാം. വലിയൊരു 4 സ്കെയിൽസും പറഞ്ഞു തരാൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ. അപ്പോൾ ബാക്കി നാളെ എടുക്കാം. നാളെ സ്കെയിൽസ്, പിന്നെ ഡിസ്ക്രിപ്റ്റീവ്, ഇൻഫറൻഷ്യൽ, എസ്റ്റിമേഷൻ, പോയിന്റ് ഹൈപ്പോത്തസിസ്. ഓക്കെ, നാളെ ഒരു ദിവസം കൊണ്ട് ഈ ഒരു ചാപ്റ്റർ തീരും കേട്ടോ. ഓക്കെ അല്ലേ? നാളത്തെ ടൈം, ഈ ടൈം ഓക്കെ അല്ലേ? ഫസ്റ്റ് ഇയേഴ്സിന്റെ ശനി ഞായറും എല്ലാം എടുക്ക്. ഫസ്റ്റ് ഇയേഴ്സിന്റെ നമുക്ക് 101, 103 ഒക്കെ സൺഡേ സാറ്റർഡേയിലേക്ക് മാറ്റാൻ വേണമെങ്കിൽ കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പഠിക്കാനും കൂടെ കുറച്ച് ടൈം കിട്ടൂല. ഓക്കെ, ആയിക്കോട്ടെ. അങ്ങനെ ആക്കാം. സ്റ്റാറ്റ് നമുക്ക് അധികം ഉണ്ടാവില്ല, പെട്ടെന്ന് തീരും സ്റ്റാറ്റ്. അപ്പൊ ഡെയിലി എടുത്തിട്ട് വേഗം തീർക്കാം. അപ്പൊ ഡെയിലി സ്റ്റാറ്റ് ഉണ്ടായിരിക്കും. ശരി, ഓക്കെ, താങ്ക് യു. അപ്പൊ നാളെ ഈ ടൈം ഓക്കെ അല്ലേ രണ്ടുപേർക്കും? നാളെ ഉണ്ടായിരിക്കും കേട്ടോ. താങ്ക് യു.